പോട്ടെ പോട്ടെ പോട്ടെ. ഫോണില് കളിച്ചിരിക്കല്ലേ? പിന്നെ ഒരു കാര്യം പറഞ്ഞ പിടങ്ങോ? ഇല്ല. പപ്പ നാളെ പോവാണ്. പപ്പന്റെ ലീവ് കഴിഞ്ഞു. എന്താ പപ്പ, ലീവ് നീട്ടി കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. സ്പോൺസർ ലീവ് തരുന്നില്ല. അതുകൊണ്ട് നാളെ 10 മണിക്ക് ഞാൻ പോകും. സങ്കടപ്പെടാൻ പാടില്ല. ഇനി വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരണ്ടേ? ഒന്നും വേണ്ട. പിണങ്ങാ? പിണക്കാണോ? ആണോ? പപ്പന് ഇഷ്ടാണോ? എത്ര ഇഷ്ടാ? എന്നാ ഇപ്പൊ കളിച്ചിരുന്നോ? രാവിലെ പപ്പ പോകുമ്പോ വിളിക്കാം. പപ്പക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കാണ്ട്. പറ്റൂല. എന്തായാലും ജോണേ, നിന്റെ പപ്പ എവിടെ? എന്റെ പപ്പ കുളിക്കുക. ഇതില്ലേ, നീ എന്റെ പപ്പയ്ക്ക് ദുബായിക്ക് കൊടുത്തു. കേറി ഇരിക്കടി. വാ. വേണ്ട, എനിക്ക് കുറച്ച് വീട്ടിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട്. കളിച്ചേ, നാളെ പപ്പ പോവല്ലേ? ഫോൺ എടുത്ത് വെക്ക്. ഓക്കെ, ഇങ്ങോട്ട് കൊണ്ട. ഇനി പപ്പ പോകുമ്പോ സങ്കടാവില്ലേ? പപ്പ ഒരു കഥ പറഞ്ഞെന്നാലോ? പപ്പക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി ആരാ അറിയോ? നിയമോളാണ്. നിയമോള് ഞാനും വിമാനത്തിൽ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പൊ എന്നോട് തൊട്ട് മുമ്പിൽ സീറ്റിലിരിക്കുന്ന അറബി ചോദിച്ചു, ഈ സുന്ദരിക്കുട്ടി ആരാണ് ചോദിച്ചു. അപ്പൊ ഞാൻ അറബിനോട് പറഞ്ഞു, അതെന്റെ സ്വന്തം മോളാണ് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടായിട്ടോ. അപ്പൊ അറബി പറഞ്ഞു, മോളൊരു പാട്ട് പാടി ചോദിച്ചു. അപ്പൊ നിയമോള് നല്ലൊരു പാട്ട് പാടി കൊടുത്തു. അറബിക്ക് ഒരുപാട് ഇഷ്ടായി. അങ്ങനെ നമ്മള് ദുബായിൽ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങി. അവിടെ നമ്മളെ കൂട്ടാൻ വേണ്ടി പപ്പയുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വന്നിരുന്നു. അതിൽ കൊച്ചു വന്നിട്ട് നിനക്ക് ആദ്യം ഒരു ഫ്ലവർ തന്നു. അപ്പൊ നിനക്ക് വലിയ ഹാപ്പി ആയിട്ടോ. എന്നിട്ട് അവര് കൂട്ടിയിട്ട് നമ്മളെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പപ്പ ജോലിക്ക് പോകുമ്പോഴൊക്കെ നിയമോള് ഫ്ലാറ്റിൽ ഇങ്ങനെ ഇരിക്കൂട്ടോ. പപ്പ ജോലി കഴിഞ്ഞ് റൂമിൽ വന്നു കഴിഞ്ഞാൽ നിയമോള് വലിയ ഹാപ്പി ആക്കാരോ. പിന്നെ നമ്മൾ പാർക്കിലൊക്കെ പോകും, കളിക്കും, ടോയ്സ് ഒക്കെ വാങ്ങിക്കും, ഒരുപാട് എൻജോയ് ചെയ്യും കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ദുബായിൽ നമ്മളെ വലിയ ഇഷ്ടമാണ്. പപ്പി മോളും നമ്മൾ വ്ളോഗൊക്കെ ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ആയി. അങ്ങനെ നീ വലിയ സെലിബ്രിറ്റി ആയിട്ടോ. അങ്ങനെ നിനക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായി. നിയമോൾ നിയമോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാരും. നീ സൂപ്പർ മാർക്കറ്റിലെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും വന്ന് നിന്റെ അടുത്ത് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. എല്ലാവർക്കും നിന്നെയാണ് കൂടുതൽ ഇഷ്ടം, പപ്പനെ ഇല്ല. എല്ലാവരും പറയും നിയമോൾ സൂപ്പറാണ് സൂപ്പറാണ് സൂപ്പറാന്ന് പറയും കേട്ടോ. അങ്ങനെ നിനക്ക് ഉറക്കം വരുന്നുണ്ടല്ലേ? ഇനി കഥ നാളെ പറയാ, കിടന്നോളൂ കേട്ടോ. ഓക്കേ പപ്പ, കാലത്ത് വിളിക്കാട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പപ്പ, എന്തത്? അതൊക്കെ ഒരു ഗിഫ്റ്റ് ആണോ? നിന്റെ വകയാണോ? യെസ്. താങ്ക് യു. കം ഓൺ. അല്ല റീനെ, നീ ഇപ്പോഴും കിടക്കുകയാണോ? വണ്ടി വന്നിട്ടുണ്ട്, ഞാൻ പോവാണ്. മോളാണെങ്കിൽ അതിലേറെ കരച്ചിലാണ്. സങ്കടപ്പെടണ്ട കേട്ടോ. പോയിട്ട് അടുത്ത മാസത്തിന് ഇങ്ങോട്ട് വരും പോരെ? എൻ്റെ കുട്ടി സങ്കടപ്പെടല്ലേ. ഓക്കെ, എനിക്കുമില്ല സങ്കടം. വരൂ കേട്ടോ. ഓ, വണ്ടി വന്നിട്ടുണ്ട്, പോട്ടെ. മോൻ പോറായോ? ഇത്ര പെട്ടെന്നൊരു മാസം കഴിഞ്ഞല്ലേ? ലീവിൽ എൻ്റെ കുട്ടിക്ക് പെട്ടെന്ന് വരും അച്ഛാ. എൻ്റെ കുട്ടി വരണേ, നന്നായിട്ട് വരും. റിയന്നി മക്കളെ നോക്കണം അച്ഛാ. ഓ, സങ്കടപ്പെട്ട് കിടക്കുക. ഈ മോളെ ഫേസ് ചെയ്യാൻ വയ്യ എനിക്ക്. പോട്ട് കേട്ടച്ചാ. ഓ അച്ഛ, നന്നായി വരും മോനെ. അച്ഛൻ മരുന്ന് കഴിക്കണ്ടോ? ഓ മോളെ, പപ്പ പപ്പ പോവണ്ട. നീ സങ്കടപ്പെട്ടിരിക്കില്ലേ? പപ്പ പോട്ട് അടുത്ത മാസം വരും. പോവണ്ട. പോട്ട് വരും പപ്പ. പോവണ്ട. വണ്ടി വന്നിട്ടുണ്ട്, ഫ്രണ്ട്സ് എല്ലാം കാത്തിക്കുന്നുണ്ട്. പപ്പ പോട്ടോ. പോട്ട് വരാം കേട്ടോ.